നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ വസതിയിൽ നിന്നും കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ഫോൺ കോൾ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ രണ്ടിടങ്ങളിൽ താമര വിരിയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപിയാണ് എന്നൊരു വാർത്തയൊക്കെ തന്നെ പുറത്തു വരികയാണ് ഈ ഘട്ടത്തിൽ. ഏകദേശം 60,000-ൽ പരം ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായി ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരെയും തോൽപ്പിക്കാൻ പോലും കഴിയില്ല, ആരെയും തൊട്ടടുത്ത് പോലും എത്താൻ കഴിയാത്ത വിധത്തിലേക്കുള്ള വമ്പൻ കുതിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സുരേഷ് ഗോപിയെ അനുമോദിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും അനവധി ആളുകളാണ് രംഗത്തെത്തുന്നത്. കരുവന്നൂരിൽ കയറിപ്പിടിച്ചതാണ് സുരേഷ് ഗോപി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ചോട് വിജയമായിരുന്നു, വെച്ചടി കയറ്റമായിരുന്നു എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ സുനിൽകുമാറിന് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപി നിലം തൊടാതെ പറക്കുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപിയുടെ വമ്പൻ ആവേശതരത്തിലുള്ള വിജയം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. മാതാവിന് ചെമ്പ് കിരീടം പെരുത്തങ്ങ് ഇഷ്ടമായി കേട്ടോ. വടകര ഷാഫി പറമ്പിൽ വടകരക്കാർക്ക് വർഗീയവാദിയെ മതി കേട്ടോ എന്നൊക്കെ തന്നെ ഒരു പോസ്റ്റ് വരികയാണ്. അഞ്ജു പാർവതി, പ്രബീഷ് അടക്കമുള്ളവർ പോസ്റ്റുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് സുരേഷ് ഗോപിക്ക് ആവേശഭരിതമായ ഒരു ജയം. 1,00,000 ലീഡുമായിരുന്നു ആദ്യ മണിക്കൂറിൽ സുരേഷ് ഗോപി മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ എന്നാൽ ഇപ്പോൾ 1,00,000 കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. LDF-ന്റെ VS സുനിൽകുമാറാണ് 2ാം സ്ഥാനത്ത്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 വട്ടം മണ്ഡലത്തിൽ സന്ദർശനം നടത്തുകയും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 2019-ലും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. 3ാം സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ കുറേ നാൾ നടത്തിയ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഫലമായി ബഹുദൂരം മുന്നിലേക്ക് എത്തുന്ന സുരേഷ് ഗോപി, അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ വസതിയിൽ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വസതിക്ക് മുന്നിലായി നിരവധി മാധ്യമ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃപ്രയാറിലൊക്കെ തന്നെ സുരേഷ് ഗോപി എത്തുകയും ഈ അർച്ചനകൾ കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. പക്ഷെ അപ്പോഴൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ഇടപെടുകയോ ഒന്നും തന്നെ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി MP ആയി മാറുന്നു. ഇനി സുരേഷ് ഗോപി MP ആയി ഇനി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഉയർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം. 22,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. ഇനി തീരദേശ മേഖലയൊക്കെ തന്നെ എണ്ണി വരുമ്പോൾ ഇനി ഇത് മറിയുമോ എന്നറിയില്ല. പക്ഷേ BJPയുടെ ഒരു സീറ്റ്, BJPയുടെ അക്കൗണ്ട് തുറക്കുന്ന തൃശൂരിൽ ആ ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം അതുകൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്നിങ്ങനെ LDF-ഉം BJP-യുമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനങ്ങൾ ഒക്കെ തന്നെ സുരേഷ് ഗോപിക്ക് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്.